റാംസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സാധാരണ പാസ്ത ഉണ്ടാക്കുന്നത് ഇറ്റാലിയൻ സ്റ്റൈലിലാണ്. നമ്മളിന്ന് കുറച്ച് മസാലയെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റൈൽ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അത് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ കഴുകിയെടുത്ത ഓരോ തക്കാളിയുടെയും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രോസ് ഇട്ട് നമുക്കത് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അത് 4 മുതൽ 5 തക്കാളി വരെ ഉപയോഗിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ പാത്രം തുറക്കുന്ന സമയത്ത് തക്കാളിയുടെ തോലെല്ലാം മാറി അത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്കായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി അത് തണുപ്പിക്കാൻ വെക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ തോലെല്ലാം പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു പരുവത്തിലാണിത്. അടുത്തായിട്ട് നമ്മുടെ പാസ്ത കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് ഞാനിവിടെ പെനി പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് നമുക്ക് ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് വേവിക്കണം. അതിലേക്ക് ഉപ്പ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓലിവ് ഓയിലാണ്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പാസ്ത കുക്ക് ചെയ്യുന്നതിന് വേണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രം തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് തിളച്ച് വരുന്ന സമയത്ത് താഴെയൊക്കെ വെള്ളം പോകാൻ ചാൻസ് ഉണ്ട്. പാസ്ത കവറിന് പുറത്തുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിവിടെ 10 മിനിറ്റാണ് കുക്ക് ചെയ്തത്. ഒരുപാട് സമയം കുക്ക് ചെയ്ത് ഇത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മളിതിൽ വെള്ളമെല്ലാം മാറ്റി കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതിട്ട് വയ്ക്കാം. വീണ്ടും കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തക്കാളിയും എടുത്ത് അതിൻ്റെ തോല് മാറ്റിയെടുക്കാം. ഓരോ തക്കാളിയും കട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കോറ് അല്ലെങ്കിൽ അതിൻ്റെ വൈറ്റ് പോർഷൻ മാറ്റി വേണം നമ്മൾ ജാറിലേക്ക് എടുത്തു മാറ്റാൻ. എല്ലാ തക്കാളിയും നമ്മൾ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ തക്കാളി എല്ലാം ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് എടുത്തത്, അതുകൊണ്ട് അധികം സമയം ബ്ലെൻഡ് ചെയ്യാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഈ പേസ്റ്റിനെയാണ് പറയുന്നത് ടൊമാറ്റോ പ്യൂരി. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ്. അത് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 വെളുത്തുള്ളിയും ചേർത്ത് നല്ല പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. എല്ലില്ലാതെയുള്ള ചിക്കൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ മുറിച്ചെടുക്കാം. ചിക്കനിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഭാഗമാണ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ഏകദേശം ഒരു 15 മുതൽ അരമണിക്കൂർ സമയം വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് തരത്തിലുള്ള കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 7-8 മിനിറ്റ് സമയം വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വളരെ ചെറിയ കഷ്ണങ്ങളായാണ് നമ്മളിവിടെ ചിക്കൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിടുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്താൽ മതി. നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് തരത്തിലുള്ള കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി വളരെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 3 മിനിറ്റ് സമയം നമുക്കിത് അടച്ചിട്ട് വേവിക്കാം.
തക്കാളിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കുറച്ച് സമയം കൂടി വഴറ്റിയെടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തത്. ഏകദേശം ഒരു 5 തക്കാളി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ടൊമാറ്റോ പേസ്റ്റ് ഇവിടെ കിട്ടും. ഗ്രേവി ഒട്ടും വറ്റിപ്പോകരുത്. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് തണുത്ത വെള്ളത്തിലെടുത്ത് വെച്ചിരുന്ന പാസ്തയുടെ വെള്ളം മാറ്റി അത് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഗ്രേവി റെഡിയാവുന്ന സമയത്താണ് നമ്മൾ പാസ്ത കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് അടച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി എല്ലാം പാസ്തയുടെ അകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പാസ്ത റെഡിയാവുന്ന സമയത്ത് ചിക്കൻ്റെ ഈ ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ്. നമുക്കിതൊന്ന് 2-3 മിനിറ്റ് സമയത്തേക്ക് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തക്കാളി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ സ്പൈസാണ്. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പാസ്ത ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെഡാർ ചീസാണ്. ശരിക്കും നമ്മൾ പാസ്തയിൽ ചേർത്ത് കൊടുക്കേണ്ടത് പെർമിസാൻ ചീസാണ്. ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ള ചീസ് ഏതാണോ അത് നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചിട്ട് തുറക്കുന്ന സമയത്ത് ചീസെല്ലാം നല്ല രീതിയിൽ മെൽട്ടായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, ചൂടോടെ തന്നെ നമ്മുടെ പാസ്ത പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാവുന്നതാണ്. എത്രത്തോളം ചീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം ഇതിങ്ങനെ വലിഞ്ഞ് വരും. സോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ചിക്കനും പാസ്തയും ഉണ്ടാവുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.